വായിച്ചല്ലോ എന്താ RSSന്റെ തത്വശാസ്ത്രം? ABയുടെ പ്രതിനിധി ഒന്ന് വിശദീകരിക്ക്. മനുസ്മൃതിയെ ABയുടെ പ്രതിനിധിക്ക് തള്ളിപ്പറയാനാവോ? തള്ളിപ്പറയാൻ ധൈര്യം കാണിക്കുക. ചർച്ചയ്ക്കകത്തിരുന്ന് എന്താ മനുസ്മൃതി പറയുന്നത്? മനുസ്മൃതിയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ അധ്യായത്തിലെ 1 ശ്ലോകം 31 to 34 വരെ മനുഷ്യന്റെ ഉത്ഭവത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. എന്താ മനുസ്മൃതി പറയുന്നത്? ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി, ഭുജങ്ങളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, ഉരസിൽ നിന്ന് വൈശ്യനുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ശൂദ്രൻ ആരാന്നറിയോ? ശൂദ്രന് ശേഷവും ഈ കേരളത്തിലും രാജ്യത്തും മനുഷ്യരുണ്ട്. ദളിതൻ, പട്ടികാധികാരൻ, പട്ടികവർക്കാരൻ. നിങ്ങളുടെ ശ്രേണിയിൽ ജാതി ശ്രേണിയിൽ പോലും പെടാത്ത മനുഷ്യരുണ്ട്. ആ ജാതി ശ്രേണിയിൽ പോലും പെടാത്ത മനുഷ്യരോട് നിങ്ങൾ പിന്തുടരുന്ന രീതി എന്താ? രീതിശാസ്ത്രം എന്താ? ഈ ദളിതനോട്, ഈ പട്ടികാധികാരനോട്, ശൂദ്രനോട്, വൈശ്യനോട്, മതന്യൂനപക്ഷങ്ങളോട് ഈ രാജ്യത്ത് സംഘപരിവാരം സ്വീകരിക്കുന്ന നിലപാടെന്താ? ആ നിലപാടിൻ്റെ യഥാർത്ഥ വസ്തുത തുറന്നു കാട്ടുന്നതാണ് ഈ കേരളത്തിനകത്തുണ്ടായ വിവാദം. ഇതേ മനുസ്മൃതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ധർമാനുസൃതമായ ലോകത്തിൽ അവരുടെ വർഗാനുസൃതമായ കർമ്മവ്യവസ്ഥ ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചേക്കണം. പറഞ്ഞ വാചകം, സിൻഡിക്കേറ്റ് മെമ്പർ പറഞ്ഞ വാചകം ആങ്കർക്ക് ഓർമ്മയുണ്ടാവും. എന്താ പറഞ്ഞത്? അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ദളിതനാണ്. അതാണ് ഇവിടെ മനുസ്മൃതിയും പറയുന്നത്. എന്താ? ധർമാനുസൃതമായ ലോകത്തിൽ അവരവരുടെ വർഗാനുസൃതമായ കർമ്മവ്യവസ്ഥയും ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട്. മനുസ്മൃതി ഇതാണ് RSSന്റെ തത്വശാസ്ത്രം.